ഹായ്. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ ബാക്കി പഠിക്കുക. നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാനേജ്മെന്റ് ഓഫ് ഫാം ആൻഡ് ഫാം അനിമൽസ്. ഇപ്പോ ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു പശുവിനെ വളർത്തുന്ന കഥയല്ല. നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അനിമൽസിനെ വലിയ രീതിയിൽ ലാർജ് സ്കെയിലിൽ വളർത്തുന്നതാണ് ഫാമുകളാണ്. 1000 പശുക്കൾ 2000 പശുക്കളൊക്കെ ഉള്ള ഒരു ഫാം, അല്ലെങ്കിൽ 2000 കോഴി, അല്ലെങ്കിൽ 1,00,000 വരെ കോഴികളുള്ള ഒരു പൗൾട്രി ഫാം, അല്ലെങ്കിൽ ഒരു ഫിഷറീസ് സംബന്ധമായി നടത്തുന്ന ഒരു സംവിധാനം. അപ്പൊ ഇങ്ങനെ ലാർജ് സ്കെയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഒരാൾ ഒരു പശുവിനെ വളർത്തി 1.5 ലിറ്റർ പാലെടുത്ത് അയാൾ കുടിക്കുന്ന കഥയല്ല. അത് അയാളുടെ മാത്രം പ്രശ്നമാകത്തുള്ളൂ. ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ അനിമൽസിനെ വളർത്തി എങ്ങനെ അതിൽ നിന്ന് ഹൈ ഈൽഡ് ഉണ്ടാക്കിയെടുക്കാം അതിനെ പറ്റിയാണ് പഠിക്കുന്നത്. സോ ദാറ്റ് ഈസ് കാൾഡ് മാനേജ്മെന്റ് ഓഫ് ഫാം ആൻഡ് ഫാം അനിമൽസ്. നിങ്ങൾക്ക് ഇതിലൊക്കെ എന്തൊക്കെ പഠിക്കാൻ ഉണ്ട്. ഇറ്റ് ഹാസ് സർട്ടൻ സയന്റിഫിക് അപ്രോച്ച്, ശാസ്ത്രീയമായ അപ്രോച്ചിന് ആവശ്യമാണ്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോ ഒരു തട്ടുകട ചെന്ന് ചായ ഒരു വടയും കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 20 രൂപ ആവുള്ളൂ അല്ലേ? അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതേസമയം നിങ്ങളൊരു സ്റ്റാർ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഇതേ ചായക്കും വടയ്ക്കും 2000 രൂപ കൊടുക്കേണ്ടി വരും. അവിടെ ഒരു പ്രത്യേക രീതിയിലാണ് ഇതേ സാധനങ്ങൾ തരുന്നത്. പക്ഷെ അവിടെ ഒരു മാനേജ്മെന്റ് സ്ട്രാറ്റജി മാറുകയാണ്. നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ സ്വീകരിക്കുക, ഒരാൾ കൊണ്ടിരിക്കുക, ഒരാൾ തലപ്പാവ് വെച്ച് സപ്ലർ വരുന്നു, AC ഇട്ട് വരുന്നു, മ്യൂസിക് ഇട്ട് വരുന്നു, എല്ലാം കഴിഞ്ഞ് ചായ വടയും കഴിച്ചാൽ ബില്ല് 2000 രൂപയായി. ഓക്കെ, ഒരേ സാധനത്തിന്റെ 2 തരത്തിലുള്ള ട്രീറ്റ്മെന്റ്. ഇതേപോലെ തന്നെയാണ് ഇത്. ചില സയന്റിഫിക് അപ്രോച്ചാണ് ഈ കടക്കാരൻ കാണിക്കുന്നത്. ശാസ്ത്രീയമായ അപ്രോച്ചാണ്. നിങ്ങളുടേതായിട്ടുള്ള മാനസിക. അപ്പൊ അത് നമുക്ക് അത് ശ്രദ്ധിക്കുന്നതാണ് മാനേജ്മെന്റ് ഫാം ആൻഡ് ഫാം അനിമൽസ്. ഇത് ഏതൊക്കെ അനിമൽസിനെ ഫാമിൽ വളർത്തേണ്ട അറിയാം? കന്നുകാലികൾ, പക്ഷികൾ, അല്ലെ? ഇതെല്ലാം ഫാമുകളാണ്. പന്നി ഫാമുകൾ, കന്നുകാലികൾ, പന്നികൾ, പക്ഷികൾ എല്ലാം ഫാമുകൾ. ഇതിനെങ്ങനെ മാനേജ് ചെയ്യും? അപ്പൊ അത് നമ്മൾ ആദ്യം പഠിക്കാവുന്ന ഡയറി ഫാം മാനേജ്മെന്റ് ആണ്, അല്ലെ? അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞു സയന്റിഫിക് അപ്രോച്ച് വേണമെന്ന് പറഞ്ഞു. അതിനകത്ത് ഒന്നാമതാണ് പഠിക്കുന്നത് ഡയറി ഫാം മാനേജ്മെന്റ്. സ്പെല്ലിംഗ് നോക്കുകയാണ് DAIRY ആണ്. പിന്നെ ഡയറി ഉണ്ട് DIARY. നിങ്ങൾ എഴുതുന്ന ഡയറി, മറ്റേ മാതൃഭൂമി ഡയറി, ആ ഡയറി അല്ല, തെറ്റിപ്പോയി. പരീക്ഷയ്ക്ക് ഒരുപാട് പേര് തെറ്റിട്ടുണ്ട്. DAIRY ഡയറി ഫാം മാനേജ്മെന്റ്. ഓക്കെ, കന്നുകാലികളെ വളർത്തി പാലുൽപാദനം നടത്തുന്ന പദ്ധതികളാണ് ഈ ഡയറി ഫാം. വാട്ട് ഇസ് ഡയറി ഫാം? വാട്ട് ഇസ് ഡയറി? വാട്ട് ഇസ് ഡയറിയിങ്? Is a management of animals for milk and milk products. പാലിനും പാലുൽപ്പന്നത്തിനും വേണ്ടിയിട്ട് മൃഗങ്ങളെ വളർത്തുന്നതിന് വിളിക്കുന്നതാണ് ഡയറി. So dairying is a practice of agriculture which is meant for producing milk and milk products. ഇതാണ് മിൽക്കിന്റെ പ്രോഡക്ട്സ്. മിൽക്കിന്റെ പ്രോഡക്റ്റ് ഒരുപാടുണ്ട്. തൈര്, വെണ്ണ, നെയ്യ്, പനീർ, പിന്നെ ചീസ്, അല്ലേ? പിന്നെ ഐസ്ക്രീം അതിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരുപാടുണ്ട്. ഇതെല്ലാം എന്താ കിട്ടുന്നത്? ഇതെല്ലാം കിട്ടാൻ വേണ്ടി നമ്മൾ മൃഗങ്ങളെ വളർത്തുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയറിയിങ്. ആൻഡ് അതിനുവേണ്ടി മൃഗങ്ങളെ മാനേജ് ചെയ്യുന്ന ഫാമിനെ വിളിക്കുന്നതാണ് ഡയറി ഫാം. അത് നമ്മൾ കൺട്രോൾ ചെയ്ത രീതി പഠിക്കുമ്പോൾ പറയുന്നതാണ് ഡയറി ഫാം മാനേജ്മെന്റ്. അപ്പൊ അത് നമ്മൾ പറയുന്നു വാട്ട് ഈസ് ഡയറിയിങ്. ഇറ്റ് ഈസ് എ മാനേജ്മെന്റ് ഓഫ് അനിമൽ ഫോർ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ. ഇതെല്ലാം മനുഷ്യന് വേണ്ടിയിട്ട്, അല്ലാതെ മിൽക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കി പൂച്ച കൊടുക്കാനല്ല, മനുഷ്യന്റെ ഭക്ഷണത്തിന്. So all these methods are meant for producing food for human being. കാരണം നമ്മൾ പഠിക്കുന്നതാണ് മനുഷ്യർക്ക് ധാരാളം ഫുഡ് വേണം, അതാണ് മനസ്സിലായല്ലോ. അപ്പോ അടുത്തത് നിങ്ങളൊരു ഡയറി ഫാം നിങ്ങൾ കുറച്ച് പൈസ കൊണ്ടുവന്നിട്ട് കുറച്ച് 19 ഭൂമിയൊക്കെ വാങ്ങി ഗൾഫിൽ നിന്ന് ചില ആൾക്കാർ തിരിച്ചു വന്നിട്ട് പൈസ കൊണ്ട് ഇവിടെ നിന്ന് ബിസിനസ് തുടങ്ങാന്ന് വെച്ചാൽ ഒരാൾ വന്നിട്ട് ഒരു കുന്നിൻ ചെരുവിളിക്കുമ്പോൾ സ്ഥലമൊക്കെ വാങ്ങി പുല്ലൊക്കെ നട്ട് വളർത്തി വലിയ ആദ്യം ഭയങ്കരമായ രീതിയിൽ ഷെഡൊക്കെ പണിഞ്ഞ് സയന്റിഫിക് ആയിട്ട് തന്നെയാണ് ഒക്കെ എല്ലാം ചെയ്ത് റെഡിയാക്കി. ഇത്രയും ചെയ്തുകൊണ്ടാണ് ഡയറി ഫാം വിജയിക്കണമെന്നുള്ളത്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇൻ വിച്ച് ദ സക്സസ് ഓഫ് എ ഡയറി ഫാം ഈസ് എക്സിസ്റ്റിംഗ്, അല്ലെങ്കിൽ പോയിന്റിങ്. ഒരു ഡയറി ഫാമിന്റെ വിജയം എന്തിനെ അടിസ്ഥാനപ്പെടുത്തി? വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് സക്സസ് ഓഫ് എ ഡയറി ഫാം? നിങ്ങൾ എത്ര നല്ല ഷെഡ് വളർത്തിയാലും അവിടെ പിന്നീട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചാലും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ബ്രീഡ് മോശമാണെങ്കിൽ അത് ഫെയിലിയർ ആയി പോകും. So what is the key point for the success of a dairy farm? Selection of a good breed. Selection of good breed.
വിജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനം. നല്ല ബ്രീഡിനെ സെലക്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഈ ബ്രീഡ് അത് പറയാൻ വേണ്ടി നിങ്ങൾ പരിചയമുള്ള കാര്യം പറയും. നിങ്ങൾ പട്ടിയെ വളർത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പട്ടിയെ വിൽക്കുന്നിടത്ത് ചെയ്യുന്നത് പറയും, ചേട്ടാ എനിക്ക് പട്ടിയെ വേണം. അപ്പൊ ഏത് ബ്രീഡ് വേണം? അപ്പൊ നിങ്ങൾ ഓരോ ബ്രീഡിന്റെ പേര് പഠിച്ചു വെച്ചേക്കുന്നതാണ്. പോമറേനിയൻ, അൽസേഷ്യൻ, ജർമ്മൻ ഷെപ്പേർഡ്, ഡാൽമേഷ്യൻ, നാടൻ പട്ടി, അതൊരു ബ്രീഡാണ്. ഇതെല്ലാം ബ്രീഡുകളാണ്, പട്ടിയുടെ ബ്രീഡുകളാണ്. പട്ടി ഒരു സ്പീഷീസ് ആണ്. എന്നാൽ കാനിസ് ഫെമിലിയാരിസ് എന്ന ഒരു സ്പീഷീസിൽ പല ഇനങ്ങളുണ്ട്, പല തരങ്ങളുണ്ട്. അതാണ് ബ്രീഡുകൾ. മനസ്സിലായി? അപ്പൊ പട്ടിക്ക് ഒരുപാട് ബ്രീഡുകളുണ്ട്. അപ്പോ പശു അതൊരു സ്പീഷീസ് ആണ്. പക്ഷെ അതിന് പല ബ്രീഡുകൾ, നന്ദിനി, സുനന്ദിനി, ഇതൊക്കെ കേട്ടിട്ടില്ലേ? ജേഴ്സി, സിസ് ബ്രൗൺ, നാടൻ, വെച്ചൂർ പശുക്കൾ, ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ ഇതേപോലെ നല്ല ബ്രീഡ്, ഏറ്റവും നല്ല ബ്രീഡിനെ സെലക്ട് ചെയ്യണം. നിങ്ങളൊരു പട്ടിയെ വളർത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. അതനുസരിച്ച് ബ്രീഡ് സെലക്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് പട്ടി വീണ്ടും ഉള്ളിൽ ഓടിച്ചിട്ട് വളർത്തി ഓമനിച്ചൊക്കെ വളർത്താൻ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങില്ല, നിങ്ങൾ റോഡ് വീലറിനെ വാങ്ങില്ല. കാരണം അതെല്ലാവരും കഴിക്കും. നിങ്ങൾ മടിയിൽ താല്പര്യം പറ്റിയ പറ്റിയതാണ്. അത് നമ്മുടെ പിന്നെ രോഗങ്ങളൊക്കെ ഒരുപാടുള്ള പട്ടികളുണ്ട്. അങ്ങനെയുള്ള പട്ടികൾ കൂടിലൊക്കെ നല്ല പട്ടികളാണ്. അപ്പൊ നിങ്ങളുടെ എയിം അനുസരിച്ച് നിങ്ങൾ പട്ടി ബ്രീഡിനെ സെലക്ട് ചെയ്യും. ഇവിടെ നമ്മുടെ പശുവിനെ വളർത്തുമ്പോൾ നിങ്ങളുടെ എയിം എന്താ? കാറ്റിനെ വളർത്തുമ്പോൾ നിങ്ങളുടെ എയിം എന്താ? ഡയറിയിങ് ആണ്. എന്ന് വെച്ചാൽ പ്രൊഡ്യൂസിങ് മോർ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ്. അപ്പോൾ ധാരാളം പാൽ വരുന്നതാണ് പശുവിന്റെ ലക്ഷണം, നല്ല പശുവിന്റെ ലക്ഷണം അല്ലേ? സോ യു ഹാവ് ടു സെലക്ട് എ ബ്രീഡ് വിച്ച് വിൽ ഗിവ് മാക്സിമം ഈൽഡ്. ശരിയല്ലേ? സോ ഇൻ ദ കേസ് ഓഫ് എ കാറ്റിൽ, വാട്ട് ഈസ് എ ക്വാളിറ്റി ഓഫ് എ ഗുഡ് ബ്രീഡ്? ഗുഡ് ബ്രീഡ് മസ്റ്റ് ഹാവ് ഹൈ മിൽക്ക് ഈൽഡിംഗ് പൊട്ടൻഷ്യൽ. മിൽക്ക് ഈൽഡിംഗ് പൊട്ടൻഷ്യൽ, അതിനുള്ള പാലുകളുടെ കഴിവുണ്ടായിരിക്കും. പെട്ടെന്ന് ഡിസീസ് റെസിസ്റ്റൻസ് ആയിരിക്കും. So what are the two qualities of a good breed? It must have good milk yielding potential and disease resistance. എന്നാൽ മിൽക്ക് yielding potential എന്ന് പറഞ്ഞാൽ പാല് തരാനുള്ള കഴിവുണ്ടായിരുന്നു. കഴിവുണ്ടാകണം. കഴിവില്ലാത്ത പശു, ഇപ്പൊ നിങ്ങൾ 2 ലിറ്റർ പാല് തരാൻ കഴിവുള്ള ഒരു പശുവിനെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ഭക്ഷണം കൊടുക്കുന്നതിന് അടുത്ത ദിവസം 30 ലിറ്റർ പാല് കിട്ടുന്നില്ല. 2 ലിറ്റർ പശു പാല് തരുന്നില്ല, അത്ര കഴിവുള്ളൂ. അതിന് 35 ലിറ്റർ പാല് തരാൻ കഴിവുള്ള പശുവിനെ കൊണ്ടുവന്ന് നിങ്ങൾ 2 ലിറ്റർ പാല് തരുന്ന ശരിക്കും ഒരു 1/2 കിലോ ഉണ്ടാക്കും. ഒരു 100 ഗ്രാം തവിടും കൊടുത്തതിന് ശേഷം അടുത്ത ദിവസം 35 ലിറ്റർ കിട്ടും. കറക്റ്റായി തന്നെ കിട്ടത്തില്ല. പക്ഷെ അതിന് എന്ത് കഴിവുണ്ട്? 35 ലിറ്റർ പാല് തരാനുള്ള കഴിവ് അതിനുണ്ട്. പക്ഷെ നിങ്ങൾ ആ കഴിവ് ഉപയോഗിക്കണം അല്ലെ? പൊട്ടൻഷ്യൽ ഉണ്ടത്. വി ഹാവ് ടു മേക്ക് ബ്രിങ് ഔട്ട് ദ പൊട്ടൻഷ്യൽ എന്നാണ്. അപ്പോ ഇത്രയും പഠിച്ചാൽ മതി. ക്വാളിറ്റി ഓഫ് എ ഗുഡ് ബ്രീഡ്, it must have high milk yielding potential, also having disease resistance. രോഗങ്ങളൊന്നും വരാൻ പാടില്ല. അവിടെ പശുക്കളെ കൊണ്ടുവരുമ്പോഴത്തേന് പല രോഗങ്ങൾ നാട്ടിൻ പുറത്ത് കാണും. അതെല്ലാം കയറി പിടിക്കുവാണെങ്കിൽ അപ്പോഴേക്കും എത്തും. ഇപ്പൊ കുളമ്പ് രോഗം, പല രോഗങ്ങളുണ്ടാണ് അല്ലേ? അതിന് റെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വെറൈറ്റി ആണെങ്കിൽ എന്താ നേട്ടമെന്ന് വെച്ചാൽ അതിന് മരുന്ന് കഴിക്കാൻ പോട്ട, മരുന്ന് കൊടുക്കാനൊന്നും പോട്ട, ചെലവ് വരത്തില്ല. രോഗം കാരണം പാല് കറക്കാതിരിക്കേണ്ടി വരത്തില്ല. അപ്പൊ അതാണ് നല്ല രോഗം വരാത്ത വെറൈറ്റീസ് കഴിക്കുക. സോ ഞാൻ പറയുന്നത് വീണ്ടും ഞാൻ പറയുന്നു, വാട്ട്സ് ദ സക്സസ് പോയിന്റ് ഓഫ് എ ഗുഡ് ഡയറി ഫാം? It depends upon the selection of a good breed. What is the quality of a good breed? It has good milk yielding potential, also having disease resistance. മനസ്സിലായല്ലോ? ബ്രീഡ് എന്താണെന്ന് മനുഷ്യൻ പിന്നെ വരും. ഇത്തരം പോയിന്റ് മനസ്സിലാക്കും. അടുത്ത പോയിലേക്ക് എടുക്കാം. Then it must have disease. What you have to bring in? You have to bring out the milk yielding potential. നിങ്ങൾക്ക് ഈ മിൽക്ക് yielding പൊട്ടൻഷ്യലിന്റെ പുറത്തു കൊണ്ടുവരണം. അതിന് നിങ്ങൾ ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ഞാൻ കാര്യം പറയാം. പഠിക്കാൻ ഏറ്റവും നന്നായി കഴിവുള്ള കുട്ടിയും അവന് നല്ല പഠിക്കാൻ കഴിവാണ്. പക്ഷേ അവന്റെ വീട്ടിലെ സാഹചര്യം അവനെ പഠിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിലും അവന്റെ വീട്ടിൽ ഒട്ടും സാമ്പത്തിക ശേഷിയില്ല. അവനാണ് രാവിലെ എഴുന്നേറ്റ് പത്രം വിതരണം ചെയ്തിട്ട് രാവിലെ പൈസ കൊണ്ടുവന്നാണ് വീട്ടിലാക്കി മേടിക്കുന്നത്. അച്ഛൻ രോഗിയാണ്, അമ്മ രോഗിയാണ്, പിന്നെ വീട്ടിൽ കറണ്ടില്ല, പഠിക്കാൻ പുസ്തകം വാങ്ങാൻ പൈസ ഇല്ല, അതുപോലെ തന്നെ അവന് നല്ല ഭക്ഷണം കഴിക്കാൻ അവസരമില്ല. പക്ഷെ അവന് നല്ല ബുദ്ധിയുണ്ട്. അവന്റെ ആ കഴിവ് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അവനെ കഴിവ് ഉപയോഗിക്കാനുള്ള അവസരം കിട്ടണം. ഇങ്ങനെയാണ് അവനെല്ലാം പഠിക്കാനുള്ള സാഹചര്യം കിട്ടണം. നല്ല ഭക്ഷണം, പഠിക്കാനുള്ള ബുക്കുകൾ, പുസ്തകങ്ങൾ, പഠിക്കാനുള്ള മാനസികമായ സന്തോഷം, ഇതെല്ലാം കിട്ടണം. നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇതൊക്കെ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ കഴിവ് പുറത്തു വരാൻ കഴിയൂ. അല്ലാതെ പഠിക്കാനുള്ള കഴിവുണ്ട് എന്നതുകൊണ്ട് ഈ സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ ആ കഴിവ് പുറത്തു വരത്തില്ല. ഇതുവരെ 35 ലിറ്റർ പാല് തരാൻ കഴിവുള്ള പശു നിങ്ങളുടെ വീട്ടിലുണ്ട്. 1.5 കിലോ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഒരു 10 ലിറ്റർ, ഒരു 1/2 ലിറ്റർ വെള്ളം കുടിക്കാൻ കൊടുത്ത് അടുത്ത ദിവസം 35 ലിറ്റർ പാല് കറക്കണം ചെയ്താൽ കിട്ടുമോ? കിട്ടില്ല. സോ യു ഹാവ് ടു ബ്രിങ് ദ മിൽക്ക് യീൽഡിംഗ് പൊട്ടൻഷ്യൽ ഔട്ട്. ഇത് ആ സാഹചര്യം അനുസരിച്ച്
നിങ്ങൾ ഈ യേശുവിന്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. യേശുവിന്റെ കാലത്ത് ഒരു കർഷകൻ ഒരു സഞ്ചി വിത്തുമായി നടന്നു പോകുന്നു. സഞ്ചിയിൽ ഒരു ദ്വാരമുണ്ടായിരുന്നു. ഈ ദ്വാരത്തിലുള്ള വിത്തുകൾ ഇങ്ങനെ താഴേക്ക് വീഴുന്നു. ചില വിത്തുകൾ പാറപ്പുറത്ത് വീണു, ചിലത് റോഡിൽ വീണു, ചിലത് പുൽമീടിൽ വീണു, ചിലത് പിന്നെ മണലാരണ്യങ്ങളിൽ വീഴുന്നു, ചിലത് ഉഴുത് മറിച്ച് പാടത്ത് വീഴുന്നു. എല്ലാ വിത്തിനും ഒരേ കഴിവാണ് അല്ലേ? പക്ഷെ ഏത് വിത്താണ് കിളിച്ച് വലുതായി പുതിയ പ്ലാന്റായി മാറുന്നത്? ഉഴുത് മറിച്ച് പാടത്ത് വീഴുന്നത്. അതാണ് സഹായം. മനസ്സിലായി? ഇത് തന്നെയാണ് ഉദ്ദേശം. നമ്മുടെ ഒരു പശുവുണ്ട്, നല്ല മിൽക്ക് യീൽഡിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ വി ഹാവ് ടു ഡു സംതിങ് ടു ബ്രിങ് ഇറ്റ്സ് മിൽക്ക് യീൽഡിംഗ് പൊട്ടൻഷ്യൽ ഔട്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് മസ്റ്റ് ബി ഹൗസ്ഡ് വെൽ. അതാണ് ഒന്നാമത്തെ കാര്യം. ഇറ്റ് മസ്റ്റ് ബി ഹൗസ്ഡ് വെൽ. നന്നായി പരിപാലിക്കണം. നന്നായി പരിപാലിക്കണം. ഹൗസ് വെൽ. രണ്ട്, ഇറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് വിത്ത് ആഡിക്വേറ്റ് ഫുഡ്. ആവശ്യമുള്ള ഫുഡ് കൊടുക്കണം. അല്ല ആരെങ്കിലും പിള്ളേർക്കും കൊടുത്താൽ നിർബന്ധിച്ച് പാല് കിട്ടത്തില്ല. ധാരാളമായ ഫുഡ് കൊടുക്കണം. ആഡിക്വേറ്റ് വാട്ടർ. 35 ലിറ്റർ പാല് കിട്ടണമെങ്കിൽ നിങ്ങൾക്കറിയാം, 1 ലിറ്റർ പാലിനകത്ത് 90% വെള്ളം. അത് പശുവിന്റെ തരുന്ന രീതിയാണെന്ന് തോന്നുന്നില്ല. നിങ്ങളത് പിന്നെ വീണ്ടും വെള്ളം ചേർത്ത് 100% വെള്ളമാണ്. അങ്ങനെയല്ല പറയുന്നത്. 1 ലിറ്റർ പാലിനകത്ത് അതിനകത്ത് അടങ്ങിയത് 90% വെള്ളം തന്നെയാണ്. അപ്പൊ പശു 1 ലിറ്റർ പാല് തരണമെങ്കിൽ 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതിയോ? പോരാ. അത് അതിന്റെ ജീവപ്രക്രിയകൾ നടക്കണ്ടേ? അപ്പൊ 35 ലിറ്റർ പാല് തരുന്ന ഒരു പശുവിന് ദിവസം ഒരു 50 ലിറ്റർ വെള്ളം കുടിക്കാൻ കൊടുക്കണ്ടേ? അത് വെള്ളമായിട്ടല്ല കൊടുക്കേണ്ടത്, ന്യൂട്രിയൻ സൊല്യൂഷൻ ആയിട്ടായിരിക്കും. എല്ലാം അവിടെ കലക്കി കാടിയായിട്ട് കൊടുത്താൽ മതി. അതിന് തന്നെ വേണം കുറെ ജൈവപ്രക്രിയകൾ. അത് തന്നെ ഒരു 5-6 ലിറ്റർ കുടിച്ചു കളയും. പിന്നെ അതിന്റെ ശരീരത്തില് ജലത്തിന്റെ ലവണത്തില് തുലനാവസ്ഥ കീപ്പ് ചെയ്യണം. ബ്ലഡിനകത്ത് ഉണ്ടാവണം, സെല്ലുകൾ ചാർജഡ് ആയിരിക്കണം, ജീവിക്കണം. വെള്ളം വേണം നമ്മളിപ്പോൾ. അപ്പൊ അതിന് 30 ലിറ്റർ പാലിന് പശുവിന് 50 ലിറ്റർ വെള്ളം കുടിക്കാൻ കൊടുക്കേണ്ടത്. അതാ പറയുന്നത് മസ്റ്റ് ബി ഗിവൺ ആഡിക്വേറ്റ് വാട്ടർ. 4, ക്ലീനിനെസ്. നല്ല വൃത്തിയുണ്ടായിരിക്കണം അല്ലേ? പശുവിനെ കൊണ്ടുവന്ന് അഴുക്ക് കുഴിയിലേക്കാണ് ഇട്ടേക്കേണ്ടത്. അല്ല, അത് വസിക്കുന്ന സ്ഥലം അവിടെ വൃത്തിയായിരിക്കണം. കാരണം നമുക്കറിയാം, പശുവിനെ കെട്ടിയിട്ടാണ് വളർത്തുന്നത്. അതിന്റെ മൂത്രവും ചാണകം അവിടെ തന്നെ വീഴും. അപ്പോഴെപ്പോഴും വീക്കം ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ? കഴുകി വൃത്തിയാക്കണം. അതിനെ കുളിപ്പിക്കണം. അതിൽ കിടന്നുറങ്ങുന്നത് അതിനെ കുളിപ്പിക്കണം. വൃത്തിയായിരിക്കണം. അതുണ്ടാക്കണം. അതാണ് ഡിസീസ് ഫ്രീ എൻവയോൺമെന്റ്. ഡിസീസ് ഫ്രീ ആയിരിക്കണം എൻവയോൺമെന്റ്. അതിന്റെ സാഹചര്യങ്ങൾ രോഗം വരാത്ത സാഹചര്യങ്ങളായിരിക്കും. മനസ്സിലായി? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗമുള്ള പശുക്കളൊക്കെ ദൂരെ ഉണ്ടെങ്കിൽ അതുമായിട്ട് കോൺടാക്ട് ഒഴിവാക്കണം. അവിടെ രോഗമുള്ള പശുക്കളുമായിട്ട് കോൺടാക്ട് ആക്കാൻ ഇവിടെ വരുന്ന സാഹചര്യം ഒഴിവാക്കണം. അവിടെയുള്ള ജന്തുക്കളും മറ്റും ഇവിടെ വരുന്ന സാധനങ്ങൾ ഒഴിവാക്കണം. അവിടുന്ന് ഭക്ഷണവും വെള്ളവും ഇങ്ങോട്ട് വരുന്ന സാധനങ്ങൾ ഒഴിവാക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഇതൊരു ഫാമിന്റെ ആയിട്ടല്ല, ഒരു പശുവിന്റെ ആയിട്ടല്ല, ഫാമാണ്. 500 പശുക്കളുടെ ഫാമാണ്. അവിടെ ഒരു പശു രോഗം വന്നാൽ എല്ലാം എത്തും, നഷ്ടം വരും. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം. അപ്പൊ എന്തൊക്കെ നമ്മൾ ചെയ്യണം? ഇറ്റ് മസ്റ്റ് ബി ഹൗസ്ഡ് വെൽ. നന്നായി പരിപാലിക്കണം. ബൈ പ്രൊവൈഡിങ് ആഡിക്വേറ്റ് വാട്ടർ, ആഡിക്വേറ്റ് ഫുഡ്, ക്ലീനിനെസ് ആൻഡ് ഡിസീസ് ഫ്രീ. ഇത്രയൊക്കെ ചെയ്താൽ മാത്രം മതിയോ? പോരാ. ഇത്രയൊക്കെ ചെയ്തപ്പോഴത്തേ ധാരാളം പാല് കിട്ടും പശു വെച്ചു. ഈ പാല് കറക്കുന്നതിന് ശ്രദ്ധിക്കണം. ഇങ്ങനെ വി മസ്റ്റ് കെയർ ഇൻ ഹാൻഡ്ലിംഗ് മിൽക്ക് ആൻഡ് മിൽക്കിംഗ്. മിൽക്കിംഗ് ശ്രദ്ധിക്കണം. മിൽക്ക് ഹാൻഡിൽ മിൽക്ക് ഹാൻഡിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കറന്നെടുക്കുന്നത് എന്ത് കഴിഞ്ഞ ദിവസം സാമ്പാർ വിളമ്പി കരമെടുത്തുകൊണ്ട് കഴിയും. അതിനകത്ത് പാല് കറന്നെടുക്കാൻ പോകും ഇല്ല, പാല് ചെയ്തേ. അപ്പൊ നല്ല ശുദ്ധമായ പാത്രങ്ങൾ കറന്നെടുക്കണം അല്ലേ? അതാണ് കറന്നെടുത്ത പാല് ഹാൻഡിൽ ചെയ്യണതാണ്. ശുദ്ധമായി സൂക്ഷിച്ചു വെക്കണം. വൃത്തിയുള്ള പാത്രത്തിൽ അടച്ചു വെക്കണം. നിശ്ചയ സമയം വെക്കണം. ഇനി മിൽക്കിംഗ്. എന്താണ് മിൽക്കിംഗ് എന്ന് വെച്ചാൽ? കറക്കുക. കറക്കുക എന്നുള്ളത് കറക്കുമല്ല, പശുവിന്റെ പാല് കറന്നതിനെ മിൽക്കിംഗ് എന്ന് പറയുന്നത്. അതും ശ്രദ്ധിക്കണം അല്ലേ? ഈ മസ്റ്റ് ബി കെയർ ഇൻ ദ മിൽക്കിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് മിൽക്ക്. കറന്നെടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതെന്താ കറന്നെടുക്കുന്ന കാര്യത്തിൽ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഞാൻ എന്റെ നാടൻ രീതിയിൽ പറഞ്ഞാൽ, ഇപ്പോ നിങ്ങളുടെ വീട്ടില് ഒരു പശുവുണ്ട്, ഒരു പശുവുണ്ടെന്ന് വെച്ചോളൂ, ഒരു കറവക്കാരനുണ്ടെന്ന് വെച്ചോളൂ. നിങ്ങളുടെ വീട്ടിൽ കറക്കാൻ ഒരാൾ വരും. രാവിലെ ഒരു 3 മണിക്കൊക്കെയാണ് പശുവിനെ കറക്കുന്നത്. അറിയാമല്ലോ. കാരണം 4 മണിക്ക് 5 മണിക്ക് ചായ കടകൾ കൊടുത്താൽ ഒരു വാങ്ങത്തുള്ളൂ. 3 മണിക്ക് കറവക്കാരൻ വരുന്നത് എങ്ങനെയായിരുന്നു? തലേന്ന് കിടന്ന് ഉറങ്ങി മിക്കാറും ഉറക്കപ്പായ എഴുതിട്ട് കുളിച്ചു കുട്ടപ്പനെ മുടിയും ജീവിയാണ് വരുന്നത്. പിന്നെ ഉറക്കപ്പായ എഴുതിട്ട് വരും. കൂറ കയ്യിലേക്ക് എടുത്ത് കൊടുത്തത് വരുമ്പോഴത്തേക്കും പശു എന്താണ് ഈ ചാണകത്തിലുള്ള ഉരുണ്ട് കിടക്കണം രാത്രി മുഴുവൻ. കാരണം നിങ്ങളാരും രാത്രി അലാറം വെച്ച് തൊഴുത്തൊന്നും വൃത്തിയാക്കില്ല. അപ്പോഴത്തെ രാവിലെ പശുവിനെ കുളിപ്പിച്ചിട്ടാണോ? ഒന്നുമല്ല, ചാടി എഴുതിപ്പിച്ച് നിർത്തിയിട്ട് ഇച്ചിരി വെള്ളം എടുത്തിട്ട് അകലെടുത്ത് കഴി വൃത്തിയാക്കി. പശുവിന് പുറം മുഴുവൻ ചാണകം മൂത്രം നോക്കണം. ഇയാൾ വീഡിയോ കത്തിച്ചങ്ങോട്ടെങ്കിലും അപ്പൊ അതൊക്കെ കറക്കുന്നതിന് ഒരു കാര്യം കയ്യിലൊക്കെ എണ്ണ വരട്ടെ അല്ലേ?
പശു എന്തെന്നുള്ളത് അറിയാം. അപ്പോൾ കറന്നു കൊടുക്കണം. വീടി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് പുകയൊക്കെ വേണമെങ്കിൽ വീടി കത്തിച്ചതിന്റെ ആ ചാരമൊക്കെ ഈ പാലിലേക്ക് വീഴാം. അപ്പോഴാണ് പശു മൂത്രമൊഴിക്കുന്നു, അത് തെറിച്ച് പാലിനകത്ത് വീഴാം. അപ്പൊ കറവക്കാരന് ഇനി പനിയും മൂക്കൊലിപ്പോ എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ വീഴും. കറവക്കാരൻ തുമ്മുന്നു, ആച്ചി അതത് വീഴും. പശുവിന്റെ പുറത്തൊക്കെ ചാണകം ഇരിക്കുന്ന പശുവിനെ ഈച്ചയൊക്കെ അടിക്കാതെ ഓരോ ഭാഗങ്ങൾ ഇറപ്പിക്കും, അറിയാമല്ലോ. അപ്പൊ ചാണകം വീഴാം, പശുവിന്റെ രോമങ്ങൾ വീഴാം, പാലിന്റെ രോമങ്ങൾ, പാലത് കൊണ്ട് കുത്തിയെന്ന് വരാം. ഇനി കറവക്കാരൻ ചെയ്യുന്ന കുറെ കഴിയുമ്പോൾ എണ്ണയൊക്കെ തീരുമ്പോഴത്തേക്ക് ഈ പാലിൽ തന്നെ കൈകൊണ്ട് മുക്കി അങ്ങനെയൊക്കെ ചെയ്യാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലിനകത്ത് എന്തെല്ലാം വന്ന് വീഴാം. പശുവിന്റെ രോമം, അതിന്റെ പാലിന്റെ രോമങ്ങള്, ചാണകത്തിന്റെ പൊടി, മൂത്രത്തിന്റെ പൊടി, കറവക്കാരന്റെ കൈകാഴിട്ട്, കറവക്കാരന്റെ മുടി, കറവക്കാരന്റെ തുമ്മിയത്, ഇങ്ങനെ എന്തൊക്കെ ഉണ്ട്. ചുരുക്കം പറയാൻ പാല് ചീത്തയാവും. ഇങ്ങനെയൊക്കെയാണ് നാട്ടുകൊണ്ടുള്ളത്. ഇങ്ങനെ കൊണ്ട് ഡയറി ഫാമിനകത്ത് നടത്തുമ്പോൾ ഈ പാല് ചീത്തയാവില്ലേ? ഇപ്പൊ എല്ലായിടത്തും നല്ലേ, നിങ്ങളെ ഇപ്പം അറിയാവുന്ന ആൾക്കാരെ കാണുമല്ലോ, ഞാൻ പറയാം, പോസിബിലിറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പാല് സംഭവിക്കാം, ചീത്തയെന്ന് വരാം, ഒഴിവാക്കണം അല്ലേ? അപ്പൊ മോഡേൺ മെത്തേഡ് എന്താണെന്ന് അറിയാമോ? മെക്കനൈസേഷൻ, മെഷീൻസ് ഉപയോഗിച്ചു മെക്കനൈസേഷൻ. കണ്ടോ പാല് ഇറങ്ങുന്ന എന്താ മെക്കനൈസേഷൻ? എന്താ മിൽക്കിംഗ്, പാല് ഇറങ്ങുന്ന കണ്ടിട്ടുണ്ട്. അത് പശു നന്നായിട്ട് കുടിപ്പിച്ച് ഇതിന്റെ അകിടിലായിട്ട് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പാല് കറന്ന് കുഴലിലൂടെ കൊണ്ടുവന്ന് പാത്രത്തിലൊക്കെ ആക്കി വെച്ച് കൈകൊണ്ടുകൂടിയേ വേണ്ട. അപ്പൊ പാത്രം എടുത്ത് കൊണ്ടുപോയി മാത്രം. സോ മെക്കനൈസേഷൻ ഇൻ ദ ഡയറി ഫാം മാനേജ്മെന്റ് ഫീൽഡ് അവോയ്ഡ് ദ കോണ്ടാക്ട് ഓഫ് ദ ഹാൻഡ്ലർ. ഈ പാല് കൈകാര്യം ചെയ്യുന്നത് പാലിനകത്ത് കൈയിട്ടത്തില്ല, കൈ കൊണ്ടുകൂടിയേ വേണ്ട, നേരെ കൊണ്ടുപോകാം. ഇതൊക്കെയാണ് എന്റെ കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്താൽ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് ഇതൊക്കെ സയന്റിഫിക് അപ്രോച്ചുകളെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്താലേ നമുക്ക് ധാരാളം പാല് കിട്ടുന്ന പാല് നല്ലതുമായിരിക്കുള്ളൂ. ദിസ് മെത്തേഡ് വി ഹാവ് സെഡ് ദാറ്റ് സയന്റിഫിക് അപ്രോച്ച് ഈസ് നീഡഡ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ഫാം ആൻഡ് ഫാം ആനിമൽസ്. ഇത്ര പറയട്ടെ, നിങ്ങളുടെ ഫാമിൽ 100 പശു ഉണ്ടെന്ന് വെച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പശു ഉള്ളതെങ്കിൽ നിങ്ങൾ തരിക, ആ പശു എത്രാമത്തെ പ്രസവമാണ്? നിങ്ങൾ 3ാമത്തെ. ഇന്ന് കുത്തിവെച്ചത് അന്നാണ്. അപ്പൊ എത്ര കാലം കൊണ്ട് കറങ്ങുന്നത്? 2 മാസം. നിങ്ങൾക്ക് അറിയാൻ ഒരു പശു ഉള്ളൂ, അതേസമയം 100 പശു ഉണ്ടെങ്കിലും ഓർത്ത് വെക്കുന്നത്. അപ്പൊ ഓരോ പശുവിനും തിരിച്ചറിയും. അപ്പൊ ഒരു ഡയറി ഫാം ചെയ്യണം. ഓരോ പശുക്കൾക്കും ചെവിയിലൊക്കെ അടിച്ച് വെച്ച് നമ്മുടെ പേരൊക്കെ എഴുതി നമ്പറൊക്കെ ഇട്ട് അങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കൊക്കെ കൊടുത്തിട്ട് ഒരു പശുവിനെ റെക്കോർഡ് തന്നെ കീപ്പ് ചെയ്യണം. പശു നമ്പർ 1 3 വർഷം പ്രായമുണ്ട്, 2ാമത്തെ പ്രസവമാണ്, ഇന്ന അസുഖം വന്നിട്ടുണ്ട്, കുത്തിവയ്പ്പ് കൊടുത്തിട്ടില്ല, എന്ത് കൊടുത്തിട്ടുണ്ട്, എത്ര കാലം കൊണ്ട് കറക്കുന്നുണ്ട്, ഇപ്പൊ കറവതിക്കുന്ന സമയമായി എന്നാണ് അതിന്റെ പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷൻ നടത്തുക, ഇങ്ങനെ കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കണം. അങ്ങനെ ഒരു രജിസ്റ്റർ തന്നെ സൂക്ഷിക്കണം. വേണ്ടേ? സയന്റിഫിക് അപ്രോച്ചാണ്. മാത്രമല്ല ഒരു 100-150 പശുക്കളെടുത്ത് ഒരു വെറ്ററി ഡോക്ടറെ വിസിറ്റ് ചെയ്യും വേണം. എന്തിനാണ്? പശുക്കളൊക്കെ നോക്കി വല്ല അസുഖമുള്ളത് കണ്ടുപിടിക്കാൻ അല്ലേ? ഇതൊക്കെ വേണം. ഇതൊക്കെയാണ് എന്ത് സയന്റിഫിക് അപ്രോച്ച് ടു മാനേജ്മെന്റ് ഓഫ് ഡയറി ഫാം മാനേജ്മെന്റ്, അല്ലെ ഡയറി ആൻഡ് ഡയറി ഫാം മാനേജ്മെന്റ്. മനസ്സിലായോ? ഇതാണ് സംഭവം. നോക്കിയോടെ എന്താണ് ഡയറി ഫാം മാനേജ്മെന്റ് ആണ് പഠിക്കുന്നത്. അല്ല, ആദ്യം ഡയറിങ് ആണ് പഠിക്കുന്നത്. ഡയറി ഫാം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ആണ്. The success point in the key point in the success of a dairy farm management is a selection of good breed ആണ്. പിന്നെ ഞാൻ പറഞ്ഞു what is the quality of a good breed? It must have high yield, milk yielding potential and disease resistance എന്ന് പറഞ്ഞു. മിൽക്ക് yielding potential ഉള്ളത് കൊണ്ട് മാത്രം മിൽക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതൊന്ന് ധാരാളം പാല് നന്നായി ഹൗസ് ടു വെൽ നന്നായി പരിപാലിക്കണം, ധാരാളം വെള്ളം കൊടുക്കണം, ധാരാളം ഫുഡ് കൊടുക്കണം, ക്ലീൻനെസ് ഉണ്ടായിരിക്കണം, ഡിസീസ് ഫ്രീ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ പാല് കറക്കുന്നതും കറന്നെടുത്ത പാലും വളരെ ശുദ്ധമായി കൈകാര്യം ചെയ്യണം. അപ്പോൾ അതിനകത്തിലെ വെല്ലുവിളിയായി വന്നിട്ടുള്ളത് ഒരു കാര്യമാണ് ക്ലീൻനെസ് ഇല്ലാതെ പോവുക. അപ്പോൾ നമ്മൾ യന്ത്രങ്ങൾ കൊണ്ടുവന്നു. യന്ത്രം കൊണ്ടുവന്നുകൊണ്ട് ഒരു നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്കുന്ന പാല് കൈകൊണ്ട് തൊടുന്ന വേണം ഒഴിവാക്കി. അവോയ്ഡ് ദ കോൺടാക്ട് ഓഫ് മിൽക്ക് വിത്ത് ഹാൻഡ്ലർ. പിന്നെ എല്ലാ പശുക്കളെ സംബന്ധിച്ച് റെക്കോർഡ് കീപ്പ് ചെയ്യണം. മാത്രമല്ല ഒരു വെറ്ററിനറി ഡോക്ടറുടെ കൂടെ വിസിറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡയറി ഫാം സക്സസ്ഫുൾ ആയി മാനേജ് ചെയ്യാൻ കഴിയും. മനസ്സിലായല്ലോ? ഓരോരോ പോയിന്റ് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്, അതെല്ലാം നിങ്ങൾ കുറിച്ച് വെച്ചോ. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ നോട്ട് എഴുതി കഴിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? ഇങ്ങനെ വേണമെന്ന് പഠിച്ചു പോകും. ഇനി ഇതാണ് പഠിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യത്തിലേക്കാണ്. അതായത് പൗൾട്രി ഫാം മാനേജ്. ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല, പലതവണ കണ്ടു. Poultry farm management.
is poultry? It is a class of domesticated fowls. Also, the words are. Poultry is a class of domesticated fowls. Domesticated എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇണങ്ങുന്ന ഒരു കൂട്ടം പക്ഷികളെയാണ് നമ്മൾ പൗൾട്രി എന്ന് വിളിക്കുന്നത്. മനുഷ്യന്റെ ഇണങ്ങണം. ആരും കഴുകിനെ വളർത്താറില്ല. മുട്ട കിട്ടുന്നത് കഴുകിനെ വളർത്താം, പരത്തിനെ വളർത്താറില്ല. ഇല്ലാതെ മനുഷ്യന്റെ ഇണങ്ങത്തില്ല. എന്നാൽ മനുഷ്യന്റെ ഇണങ്ങുന്ന പക്ഷികളെ അവയുടെ മുട്ടയ്ക്ക് വേണ്ടി ഇറച്ചിക്ക് വേണ്ടിയിട്ട് വളർത്തുന്നത് എന്ന് വിളിക്കുന്നവരാണ് പൗൾട്രി ഫാം മാനേജ്മെന്റ്. ഇറ്റ് ഇൻക്ലൂഡ് 4 birds ആണ് കൂടുതൽ: ചിക്കൻ, ഡക്ക്, ടർക്കി ആൻഡ് ഗീസ്. ഗീസ് എന്ന് വെച്ചാൽ വാത്തക്കോഴി, ഒരു കോഴിയുണ്ട് വാത്തക്കോഴി. ഗൂസ്, ഗീസ്. കുയിൽ വേണമെങ്കിൽ വരാം, കാടക്കോഴി വരാൻ തന്നിട്ടില്ല, ഓർക്കണ്ട, പുസ്തകം വേറൊന്നും പഠിക്കാം. സോ വാട്ട് ഈസ് പൗൾട്രി ഫാം മാനേജ്മെന്റ്? ഇറ്റ് ഇസ് എ മാനേജ്മെന്റ് ഓഫ് എ ക്ലാസ് ഓഫ് domesticated fowls. Poultry is a class of domesticated fowls. It is used for getting egg and meat. അടുത്ത പോയിന്റ്, what are the fowls usually used for poultry farm management? Include chicken, duck, turkey and geese. ഇത്രേ ഉള്ളൂ, മാത്രം പഠിക്കാനുള്ളൂ. അടുത്തത് പൗൾട്രി ഫാം മാനേജ്മെന്റിന് നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ, പശുവിന്റെ കാര്യം പറഞ്ഞാൽ അത് 1-2 പോയിന്റ് ഒഴികെ ബാക്കി എല്ലാം വേണം. എന്താ വേണ്ടത്? അവയ്ക്ക് നല്ല ഫുഡ് കൊടുക്കണം, വെള്ളം കൊടുക്കണം, പിന്നെ ക്ലീൻനെസ് ഉണ്ടായിരിക്കണം, ഡിസീസ് റെസിസ്റ്റൻസ്, ഡിസീസ് ഫ്രീ എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ പാല് കറക്കുന്ന കാര്യമൊന്നും വേണ്ട, കാരണം പക്ഷികളാണ്, പകരം മുട്ട കളക്കാനൊക്കെ പഠിച്ചിരിക്കണം. അത്രയൊക്കെ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഡയറി ഫാം മാനേജ്മെന്റ് എങ്ങനെ വിജയിക്കുമെന്ന് പഠിച്ചവർക്ക് പൗൾട്രി ഫാം മാനേജ്മെന്റ് വിജയിക്കും പറയേണ്ട കാര്യമില്ല, കാര്യങ്ങളല്ല, അത് തന്നെയാണ്. അപ്പൊ നമ്മളൊന്നുകൂടെ പറയുന്നത് എന്തൊക്കെയാണ്? ഹൗസ് ഹോൾഡ് പ്രൊവൈഡ് വിത്ത് ആഡിക്വേറ്റ് വാട്ടർ, ആഡിക്വേറ്റ് ഫുഡ്. കോഴിക്ക് ഒരുപാട് വെള്ളം കൊടുക്കണം, അവർ ജീവിക്കണ്ടേ? കണ്ടില്ലേ, ടി വിയിലെ കാണാൻ കുത്തുള്ളി ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് ഇഷ്ടമുള്ള കുടിക്കാനാണ്. Then it must be provided with cleanliness, disease-free environment. Then handling of egg എന്ന് വേണമെന്ന് പറയാം. ഇതൊക്കെയാണ് എന്റെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, അല്ലെ? അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയും. ഇനി പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ബേർഡ് ഫ്ലൂ. ബേർഡ് ഫ്ലൂ ബേർഡ് ഫ്ലൂ ഇറ്റ്സ് എ വൈറൽ ഡിസീസ്. H1N1 പറയുന്ന ഒരു വൈറസ് മനുഷ്യർക്ക് ഉണ്ടാക്കിയ രോഗം പോലെ പക്ഷികൾ ഉണ്ടാകുന്നതാണ് ബേർഡ് ഫ്ലൂ. അപ്പോൾ പരിഗണിക്കും, വാട്ട് ഈസ് ബേർഡ് ഫ്ലൂ? ഇറ്റ്സ് എ ഡിസീസ് that is usually spread among birds. It is caused by a virus, not a bacteria. വൈറസ് കൊണ്ടുണ്ടായ ഒരു പനിയാണ്, അല്ലെങ്കിൽ ഒരു അസുഖമാണ്. എന്നിട്ട് പുസ്തകത്തിൽ ചോദിക്കും, വാട്ട് ആർ ദ സ്റ്റെപ്സ് യു വിൽ അഡോപ്റ്റ് ടു പ്രിവെന്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസ്? നിങ്ങൾ ഈ ബേർഡ് ഫ്ലൂ വന്നതായി അറിയുന്നു, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഒരു പൗൾട്രി ഫാം ഉണ്ട്, അതിനെ വരാതിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം നടപടികൾ എടുക്കും? ചോദ്യം പുസ്തകത്തോട് ഉത്തരങ്ങളില്ല. നമുക്ക് 1-2 ഉത്തരങ്ങൾ എഴുതി പഠിക്കും. ഒന്നെന്താണ്? യു മസ്റ്റ് അവോയ്ഡ് ദ കോണ്ടാക്ട് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ്. ഈ രോഗങ്ങളൊക്കെ പക്ഷികൾ പരത്തുന്ന ആരാണ്? പക്ഷികൾ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഫാം അടച്ചിട്ട് വളർത്തുമ്പോൾ വേറെ പക്ഷികളൊന്നും വെളിയിൽ വരാനില്ല എന്ന് കരുതരുത്. കോഴിയുടെ കൂട്ടിൽ അതിന്റെ വിച്ചിഷ്ടം തിന്നാനും ഒക്കെ ആയിട്ട് കാക്കകളൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലേ. അപ്പൊ ഈ കാക്കയായിരിക്കും അപ്പുറത്ത് പോയി തിന്നിട്ടായിരിക്കും വരുന്നത്. അസുഖം പിടിച്ച ഒരു കോഴിക്കൂട്ടി പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നതായിരിക്കും കാക്ക. അതുകൊണ്ട് അങ്ങനെയുള്ള മൈഗ്രേറ്റേഴ്സിനെ ഒഴിവാക്കണം. ഇല്ലാത്ത പോയിന്റ്. ഓക്കെ, അവോയ്ഡ് ദ കോണ്ടാക്ട് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ്. 2, അവോയ്ഡ് ദ കോണ്ടാക്ട് ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ്. അപ്പൊ നിങ്ങളുടെ ഡയറി ഫാം അല്ലെങ്കിൽ പൗൾട്രി ഫാം മാനേജ്മെന്റ് നടത്തുന്നത് 1,00,000 കോഴികളുടെ ഫാം. നിങ്ങളുടെ അമ്മാവന് 1,00,000 കോഴികളുടെ ഫാം തമിഴ്നാട്ടിൽ നിന്ന്. അമ്മ വിളിച്ച് പറയട്ടെ, ഇവിടുത്തെ കോഴികളെല്ലാം ബേർഡ് ഫ്ലൂ വന്ന് ചത്തുപോയി, കുറച്ച് ഭക്ഷണം ഇവിടെ കോഴിക്ക് മേടിച്ച ബാക്കി 1-2 ചാക്ക് ബാക്കിയിരിക്കും, നമ്മൾ കൊടുത്തുവിടാം, ഇനി അവിടുത്തെ കോഴി കൊടുക്കാമോ? പാടില്ല. You must avoid the contact of the contaminated food. ഇനി avoid the contact of contaminated person. അങ്ങനെയാകാം. ഈ അമ്മ തന്നെ പറയണം, ഇവിടെ ജോലി ചെയ്ത് 3-4 ബംഗാളികൾ പണിയുടെ അങ്ങോട്ടായിരുന്നു കഴിച്ചു, നിർത്താമോ? അമ്മ രോഗാണുവിനെ കൊണ്ടായിരിക്കും എന്തല്ലേ. അപ്പൊ 3 പോയിന്റ് കൊടുക്കുക. അവോയ്ഡ് ദ കോണ്ടാക്ട് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്, അവോയ്ഡ് ദ കോണ്ടാക്ട് ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ്, കണ്ടാമിനേറ്റഡ് പേഴ്സൺ. ഇനി ഇത്രയൊക്കെ ചിലപ്പോൾ 1-2 കോഴിക്ക് രോഗം കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ മാറ്റി അങ്ങോട്ട് ഇട്ടേക്കും. അങ്ങനെയാണോ? അല്ല, അപ്പോഴേ പിടിച്ച് കൊന്നും കുഴിച്ചും കൂടി കത്തിച്ച് കളയണം. എന്താ കാര്യം? സ്പ്രെഡിങ്. അപ്പോൾ 1-2 കോഴിക്ക് രോഗം കണ്ട് അതിനെ മാറ്റുക, കൊല്ലുക, കുഴിച്ചുകൊള്ളുക, കത്തിക്കുക, കത്തിച്ച് കുഴിച്ചുകൊള്ളുക, അത്രയും ചെയ്യും. പോയിന്റ് അല്ലേ? പുസ്തകത്തിൽ പറയുന്നില്ലെങ്കിൽ പഠിച്ചു വെച്ചുകൂടെ? ഓർത്ത് വെച്ചോ. ഇതാണ് അതിനെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ
മറ്റൊരു പോയിന്റ് പഠിക്കുകയാണ്, അനിമൽ ബ്രീഡിംഗ്. അപ്പൊ ഇത്ര തന്നെ ഞാൻ പറയുന്നത്. ഇത്രയും പറഞ്ഞത് ഡയറി ഫാം മാനേജ്മെന്റ് ആണ്. നല്ല ഗുണമുള്ള പശുക്കളെ കൊണ്ടുവന്ന് ഇങ്ങനെ വളർത്താം, അതാണ് അർത്ഥം വരുന്നത് അല്ലേ. വളർത്തുന്ന ഒരു കർഷകന് വേറൊരു അധികാരം കൂടിയുണ്ട്, അതാണ് പറയുന്നത്. എന്താണ് അനിമൽ ബ്രീഡിംഗ്. ഇപ്പോ പശുവിനെ വളർത്തുന്ന കർഷകന് പല അവകാശങ്ങളുണ്ട്. ഒന്ന് അതിന് പാലെടുക്കാം, അല്ലെങ്കിൽ ചാണകം എടുക്കാം, മൂത്രം എടുക്കാം, വേണമെങ്കിൽ രോഗം പിടിച്ചതിനെ കൊന്ന് അല്ലെങ്കിൽ ഒന്നതിനെ പിന്നെ ഇറച്ചിക്ക് വേണ്ടി വെട്ടി ഭക്ഷണമാക്കാം. അതൊക്കെ അയാളുടെ അധികാരമുണ്ട്. മാത്രമല്ല കൂട്ടത്തിൽ കൊള്ളാവുന്നതിനെ വീണേർത്ത് അടുത്ത നല്ല സന്താനങ്ങൾ ഉണ്ടാക്കാൻ ഒരധികാരമുണ്ട് അല്ലേ. അതാണ് അയാളുടെ അധികാരം. അപ്പോൾ കൊള്ളാവുന്ന സ്വഭാവമുള്ളതിനെ വീണേർത്ത് നല്ല സന്താനങ്ങൾ ഉണ്ടാകുന്നതാണ് ആനിമൽ ബ്രീഡിംഗ്. It is a mating between superior organisms belonging to animal for producing superior next generation. നല്ല അടുത്ത തലമുറ ഉണ്ടാക്കാൻ വേണ്ടി അനിമൽസ് നടത്തുന്ന ബ്രീഡിംഗ് മെത്തേഡാണിത് അനിമൽ ബ്രീഡിംഗ്. നോക്കൂ, വാട്ട് ഇസ് എയിം? അനിമൽ ബ്രീഡിംഗ് എയിം എന്താ? ഇപ്പം ഒരു ഫാമിൽ ഒരു 10-100 പശുക്കളുണ്ട്. അതിനകത്ത് ഒരു നല്ല ഒരു കാളയെ സെലക്ട് ചെയ്യും, നല്ലൊരു പശുവിനെ സെലക്ട് ചെയ്യും. എന്നിട്ട് അതൊന്ന് ബ്രീഡ് ചെയ്യുക. എയിം എന്ന് വെച്ചാൽ അത് നെറ്റി നല്ല പൊട്ട് ഒരു അടയാളം വരാൻ, അല്ലെങ്കിൽ വാല് ധാരാളം രോഗം വരട്ടെ, അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള പശുവാകട്ടെ, ഇതൊക്കെയാണോ? അല്ല. ദ എയിം ഓഫ് അനിമൽ ബ്രീഡിംഗ് ഈസ് ടു ഇൻക്രീസ് ദ പ്രോഡക്റ്റ്. നല്ല അതിന്റെ ഉത്പാദനം കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ടു ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ഉണ്ടാകുന്ന സാധനം ഗുണവും നന്നാവണം, അളവും നന്നാവണം അല്ലെ. അങ്ങനെയുണ്ടോ? പാലാണെങ്കിൽ ധാരാളം പാൽ, അതിന്റെ ക്വാളിറ്റി നന്നാവണം, കട്ടിയുള്ള പാലം കേട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ട്. എരുമയുടെ പാലിന് പശു പാലൊക്കെ കൂടുതൽ കട്ടിയാണ്, പ്രോട്ടീൻ കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. സോ വാട്ട് ഇസ് ദ എയിം ഓഫ് അനിമൽ ബ്രീഡിംഗ്? വാട്ട് ഇസ് അനിമൽ ബ്രീഡിംഗ്? ഇറ്റ്സ് ദ മേറ്റിംഗ് ഓഫ് superior male and female to produce a superior progeny. Okay. അതിന്റെ എയിം എന്താണ്? ഇറ്റ് ഈസ് ഇൻക്രീസ് yield and desirable qualities of the products in produce. Aim is to increase the quality and desirable qualities of the product. നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ധാരാളം ഉണ്ടാക്കുക, അതിന്റെ നല്ല ക്വാളിറ്റി കൂടുതൽ ഉണ്ടാക്കുക, ഇഷ്ടമുള്ള വസ്തുക്കൾ ധാരാളം ഉണ്ടാക്കുക, ധാരാളം ഉണ്ടാക്കുന്നതിന്റെ വസ്തുക്കൾ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടാക്കുക. ഈ ക്വാളിറ്റി ആണെന്ന് പറയുന്നത് റേഷൻ കടയിൽ ചെന്ന 1 രൂപ കൊടുത്ത 1 കിലോ അരി അല്ലേ. ശരിയാണ്, ഒരുപാട് ആൾക്കാർ വാങ്ങണം. പക്ഷെ ചിലന്തി 45-50 കൊടുത്തിട്ട് 1 കിലോ അരി കടയിൽ നിന്ന് വാങ്ങിക്കും. ഏതാണ് നിറവറാന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ഇതിനൊരു എന്താ കാര്യം? ചില ആ റേഷനരി എനിക്ക് അത്ര പിടിക്കുക, പക്ഷെ ഇതെനിക്ക് വലിയ ഇഷ്ടമാണ്. 2 അരി തന്നെയാണ്, 2 ഓരോ കിലോ കിട്ടുന്നത്. പക്ഷെ ഒന്നും ക്വാളിറ്റി കൂടുതൽ, മറ്റൊരു ക്വാളിറ്റി കുറവ്. അത് പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിന്റെ ക്വാളിറ്റി നന്നാക്കി എടുക്കാം. ഇത് നിങ്ങളത് പറയണം, പശുവും പാല്, ആട്ടുംപാല്, എരുമപ്പാല്, നിങ്ങളത് കുടിക്കും. ആട്ടുംപാല് മതി, അതാണ് നല്ലത്, എനിക്ക് ഇഷ്ടം, ക്വാളിറ്റി നല്ലത് അല്ലേ. അപ്പൊ ഇങ്ങനെ വരുന്നതാണ്. സോ ദാറ്റ് ഈസ് വി ഹാവ് സെഡ് ദാറ്റ് വി ഹാവ് ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് പ്രൊഡ്യൂസ്. അടുത്ത ചോദ്യം. അപ്പൊ അനിമൽ ബ്രീഡിംഗിനെ കുറിച്ച് പറഞ്ഞു ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ എമൗണ്ട് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. അടുത്തത്, വാട്ട് ഈസ് എ ബ്രീഡ്? പിന്നെ നേരെ പട്ടിയുടെ ഒരു ബ്രീഡിനെ കുറിച്ച് പട്ടിയുടെ ബ്രീഡിന്റെ പേര് പറയും പോകാൻ പറയുന്നത് എങ്ങനെ മനസ്സിലായി പോകാൻ എങ്ങനെയാണ്? അതിന്റെ ചില ലക്ഷണങ്ങളൊക്കെ എനിക്കറിയാം. ഇങ്ങനെ ധാരാളം രോഗങ്ങളെ കാണുമ്പോൾ കുറവായിരിക്കും, ആരോ കിടന്ന് പിന്നെ ആൾക്കാരെ കടിക്കത്തൊന്നുമില്ല. അതാണ് ജർമ്മൻ ഷെപ്പേർഡ്. അത് വേറെ ഭയങ്കര പൊക്കമാണ്, അത് ആരെയും കടിക്കും. അപ്പോൾ ഒരു ബ്രീഡിനെ നിങ്ങൾ തിരിച്ചറിയുന്നതിനാണ് അതിന്റെ പ്രത്യേക ക്വാളിറ്റി വെച്ചാണ് അല്ലേ. അപ്പോൾ വാട്ട്സ് എ ബ്രീഡ്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് അനിമൽ ഹാവിംഗ് common descendants. നോക്കേണ്ട പക്ഷെ എങ്ങനെയാണെന്ന്, breed is a group of animal related by descent. Related by descent എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ജന്തുവിന്റെ ആവിർഭാവം, അതിന്റെ അച്ഛനും അമ്മയും അതേ ബ്രീഡായിരിക്കും, അവരുടെ അപ്പനും അമ്മയും അതേ ബ്രീഡായിരിക്കും. അങ്ങനെ ഒരു ഡിസെന്റിൽ റിലേറ്റഡ് ആയിരിക്കണം. അതാണ് തലമുറ ഇതേ ബ്രീഡ് തന്നെയാണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു ബ്രീഡാണ്. എങ്ങനെ നോക്കൂ, it's a group of animals related by descent and similar in most characters. ഒരേ ക്യാരക്ടർ ആയിരിക്കും. പോമറേനിയൻ പട്ടിയുടെ ക്യാരക്ടർ ഏതെടുത്താലും അവന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവരും ഗുണമായിരിക്കും, അവന്റെ അപ്പൂപ്പനും അമ്മയ്ക്കും ഒരേ സ്വഭാവമായിരിക്കും. ഇനി അടുത്ത തലമുറ ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ. അപ്പൊ അതാണ് പറഞ്ഞത്, ഒരേ ക്യാരക്ടർ, കോമൺ ക്യാരക്ടേഴ്സ്, മോസ്റ്റ് ക്യാരക്ടേഴ്സ് ആർ കോമൺ. ലൈക്ക് ജനറൽ അപ്പിയറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഒരു പ്രകൃതം, നമ്മൾ അവന്റെ പ്രകൃതം എന്ന് പറയുന്നതാണ് ജനറൽ appearance.
ദെൻ ഫീച്ചേഴ്സ്, സ്വഭാവങ്ങൾ, ഇണങ്ങുന്ന സ്വഭാവമുണ്ട്, കടിക്കുന്ന സ്വഭാവമുണ്ട്, ആരെങ്കിലും ആക്കുന്ന സ്വഭാവമുണ്ട്, ആരെ കണ്ടും മിണ്ടാത്ത സ്വഭാവമുണ്ട്. ഇപ്പൊ നാടൻ പട്ടിയാണെങ്കിൽ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഓടിക്കളയുന്ന പട്ടികളുണ്ട്. ഇത് സ്വഭാവമാണ് അല്ലേ? കാണ്ട് ഫീച്ചേഴ്സ്. ദെൻ സൈസ്, വലിയ പൊക്കത്തിലുള്ള പട്ടി ചെറുതായിരിക്കും. ആൻഡ് കോൺഫിഗറേഷൻ, നീളവും വണ്ണവും നമ്മൾ അനിവാർയം, പൊക്കവും നമ്മൾ അനിവാർയം. അപ്പൊ കൂടി നിന്നൊരു പട്ടി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പട്ടി ഇത്രയും നീളം കാണാം, ഇത് ആത്മാവ് കാണാം, അത് വീട്ടിൽ കൊണ്ടെന്ന് വന്നു. അതിന് നീളവും അതിന്റെ കാര്യമൊക്കെ ഒരു അനുവാദമാണ്. ഇതേ സ്ഥലത്ത് ജർമ്മൻ ഷെപ്പേർഡൊക്കെ പശുവിട്ട് അത്ര വലുതാത്ത പട്ടികളുണ്ട്, ഡാൽമേഷ്യൻസ് ഉണ്ട്. ഇതെല്ലാം ഒരു ബ്രീഡാണ് അല്ലേ? അപ്പോൾ വാട്ട് ഇസ് എ ബ്രീഡ്? ഞാൻ വീണ്ടും പറയുന്നു. ബ്രീഡ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് അനിമൽ റിലേറ്റഡ് ബൈ ഡിസെന്റ് ആൻഡ് സിമിലർ ഇൻ മോസ്റ്റ് ക്യാരക്ടേഴ്സ് ലൈക്ക് ജനറൽ അപ്പിയറൻസ്, ഫീച്ചർ, സൈസ് ആൻഡ് കോൺഫിഗറേഷൻ. ഇതാണ് ബ്രീഡിനെ കുറിച്ച് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് ഒരു ബ്രീഡിനെ തിരിച്ചറിയുന്നത്. നിങ്ങളുടെ ഒരു പട്ടിയെ കാണിച്ചിട്ട് നിങ്ങൾ പറയാണ്, ഒരു പട്ടിയെ കാണിച്ചിട്ട് പറയാണ് ഇത് ജർമ്മൻ ഷെപ്പേർഡ്. എന്ന് പറയാൻ ജർമ്മൻ ഷെപ്പേർഡ് തന്നെ എനിക്കറിയാം, ഇതിന്റെ സൈസ് ജർമ്മൻ ഷെപ്പേർഡ് വലുതാണ്, അതിന്റെ വാല് ചുരുണ്ടിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ പറയുമ്പോൾ വി ആർ ഐഡന്റിഫൈങ് ദി ക്യാരക്ടർ ഓഫ് എ ബ്രീഡ്. മനസ്സിലായല്ലോ? സോ ഇതാണ് ബ്രീഡ്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ബ്രീഡ് വരെ പഠിച്ചു കൊടുത്താൽ ഇനി അടുത്ത ക്ലാസ്സിൽ ചാർട്ട് കൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഓണത്തെ